ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. വാക്കാട് തീണ്ടാപ്പടി ആലിശ്ശേരി റോഡ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ റോഡ് വഴി യാത്ര ചെയ്യുന്നത്. വെട്ടം ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായ വാക്കാട് തീണ്ടാപ്പടി ആലിശ്ശേരി റോഡ് തകർന്നു കിടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഞങ്ങളെ റോഡ് എന്ന് വെച്ചാൽ വളരെ മോശമാണ്. വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല. ഒരു വണ്ടി വിളിച്ചാൽ കിട്ടൂല, തീരെ കിട്ടൂല. അത്രയും വളരെ മോശം. ഇത് എത്ര നാളായി എന്നറിയാം. ഇതും കൊണ്ട് ഞങ്ങൾ പലരോടും പറയുന്നത്, മെമ്പറോട് പറയും, അതുപോലെ പലരോടുമായിട്ട് ഇങ്ങനെ നമ്മളെ ഈ അവസ്ഥകൾ പറയും. രോഗികളായിട്ട് പോകാനുള്ളൊരു പ്രയാസം അത്രയ്ക്കുണ്ട്. ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടിയാൽ വളരെ നന്നായിരുന്നു. അതാണ് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും സമീപിക്കുന്നത്. റോഡ് വളരെ മോശമാണ്. ഇതിൽ ദിവസം യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ. സ്കൂളൊക്കെ ഉള്ള കാരണം നമുക്ക് പോകാനോ വരാനോ ഭയങ്കര പ്രയാസമാണ്. ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കിയായിരിക്കും നല്ലത്. വളരെ ദയനീയമാണ്. കാരണം ഇതിലേ കൂടെ പോകുമ്പോൾ ഒരു ട്രിപ്പൊക്കെ ആരെങ്കിലും വിളിച്ചാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പോകാൻ തന്നെ വല്ലാത്തൊരു മടിയാണ് എന്ന് തന്നെ പറയാം. പക്ഷെ എന്താ ചെയ്യുക, ചില ആളുകളുടെ നിസ്സാവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് പോകാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും കൂടി പറ്റാത്തൊരു സാഹചര്യമാണ് റോഡ്. ഇതിന് എന്തെങ്കിലും നടപടി എടുക്കണം പെട്ടെന്ന്. ഹോസ്പിറ്റലിൽ പോകാനും കൂടി പറ്റുന്നില്ല. കൂട്ടായി പാലം അടച്ച കാരണം ചമ്രവട്ടം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കൂടി ഇപ്പോൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം കിഴക്കൻ മേഖലയിലുള്ളവർക്ക് വാക്കാട് ഹെൽത്ത് സെന്റർ, ഡയാലിസിസ് സെന്റർ, ആയുർവേദ ഡിസ്പെൻസറി, തുഞ്ചൻ കോളേജ് എന്നിവിടങ്ങളിലേക്കും പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഹോമിയോ ഡിസ്പെൻസറി, തീണ്ടാപ്പടി ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലേക്കും പോകാൻ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. രണ്ടു വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഇല്ല. പിന്നത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോടാണ്. തോടിനൊരു കൈവരി ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു വണ്ടിക്കാരൻ സൈഡ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ ശ്രദ്ധിക്കുക, വണ്ടിയെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു പ്രയാസം. രണ്ടാമത്തെ വന്നിട്ട് കൂട്ടായി പാലം ക്രോസ് ചെയ്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വണ്ടി പാസ് ചെയ്യുന്ന മേഖലയായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ റോഡ്. വെട്ടം പഞ്ചായത്ത്, മൃഗാശുപത്രി, വില്ലേജ് ഓഫീസ്, വെട്ടം ആലിശ്ശേരി സ്കൂള്, ഇവിടെ സലഫി സ്കൂള്, മലയാളം മീഡിയം ചെറിയ LP സ്കൂള്, ശാന്തി സ്പെഷ്യൽ സ്കൂള്, അതുപോലെ പള്ളി, കാൽനട യാത്രക്കാർക്ക് പോലും, അതേപോലെ ഇവിടെ തൊട്ടടുത്ത റേഷൻ കടയുണ്ട്. റേഷൻ കടയ്ക്ക് പോലും അരി മേടിക്കാൻ അതേപോലെ ഞങ്ങൾ വിളിച്ചാൽ പോകാൻ പറ്റുന്നില്ല. കാരണം 30 റുപ്യൻ്റെ ഓട്ടത്തിന് ഈ ഒരു കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കഴിഞ്ഞിട്ട് പോകാൻ വലിയ പ്രയാസമാണ്. മലയാളം സർവകലാശാലയിലെ ഗേൾസ് ഹോസ്റ്റലിലെ കുട്ടികളും പറവണ്ണ GVHSS, വെട്ടം AHM സലഫി സ്കൂൾ, AHM LP സ്കൂൾ, വെട്ടം AMUP സ്കൂൾ എന്നിവിടങ്ങളിലെ നിരവധി കുട്ടികളും യാത്ര ചെയ്യുന്നത് ഇതിലൂടെയാണ്. റോഡിനോട് ചേർന്നുള്ള കനോലി കനാലിന്റെ വശത്തെ പാർശ്വഭിത്തികളും തകർന്നു കിടക്കുകയാണ്. കൂടാതെ ചില ഭാഗങ്ങളിൽ ബാരിക്കേഡുകളുമില്ല. തകർന്നു കിടക്കുന്ന ഈ റോഡ് എത്രയും വേഗത്തിൽ നന്നാക്കണമെന്നാണ് നാട്ടുകാരും ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നത്. നിരന്തരം പ്രസിഡന്റ് പോകുന്ന ഒരു റോഡാണ്. 4 നേരം ഒരു ദിവസം 4 നേരം പോണ റോഡ് ഈ കുഴി കണ്ടില്ല എന്ന് അറിയുന്നതിൽ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇന്ന് മാത്രമല്ല ഞങ്ങളിത് പറയുന്നത്. 2 മാസം മുമ്പേ, 2 വർഷമായി ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. 2 മാസം മുമ്പ് ഇവിടുന്ന് സ്കൂളിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനൊരു അഭിപ്രായമൊന്നുമില്ല. റോഡ് നന്നാക്കിയില്ലെങ്കിലും ഈ പാച്ച് വർക്ക് ഈ കുഴിയെങ്കിലും അടച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഉപകാരമാണ്. ഒന്നാമത് സ്കൂളിൽ 2 LP സ്കൂള്, ഇവിടെ ഒരു ഹൈസ്കൂള്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റല്, ഇവിടേക്കൊക്കെ പോകുന്ന മെയിൻ റോഡാണിത്. പെട്ടെന്ന് ഏകദേശം ഈ റോഡാണ് എല്ലാവരും ആശ്രയിക്കാറുള്ളത്. പിന്നെ ഒന്നാമത് ഈ വണ്ടികളൊക്കെ എല്ലാവരും അന്നന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം വീട് ചെയ്യണമെങ്കിൽ. ഇത് വർക്ക്ഷോപ്പിൽ കൊടുക്കാറുണ്ടാവുക, അല്ലാതെ ഈ എവിടെ നിന്നാണ് കാശ് കിട്ടുക? ഡെയിലി ടയറിൻ്റെ കാര്യം നോക്കുക, ടയർ നശിച്ചു പോവാണ്. കമ്പി കയറിയിട്ടും ഈ കല്ല് അടിച്ചു കയറിയിട്ടും 3 മാസം കിട്ടേണ്ടത് 1 മാസം കൊണ്ട് ടയർ കേടുന്നു പോകണം. ഈ റോഡിൻ്റെ അവസ്ഥ പറ്റ മോശമായിട്ടുണ്ട്. ഓരോ ദിവസം കൂടുന്നതോറും വലിയ വലിയ കുഴികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തേക്ക്, വില്ലേജിലേക്ക്, മൃഗാശുപത്രിയിലേക്ക് എല്ലായിടത്തേക്കും പോണ റോഡാണ്. പിന്നെ സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയാണ് ഇത്. ഈ റോഡിൻ്റെ ഈ ഭിത്തി ഒരു വൃത്തി കാര്യങ്ങളൊന്നുമില്ല. മൊത്തം പൊന്തയും പുല്ലും കണ്ട ആൾക്കാർ കച്ചറ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അത് നോക്കാൻ ഇതിനൊന്നും ഒരാളെയും കൂടെ കാണുന്നില്ല. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ കണ്ട് പറഞ്ഞു വിടണമെന്നുള്ളത് അതും നോക്കണം. കാരണം ഇവിടെ ഈ റോഡിൽ ഇത്രയും വലിയ കുഴി ഉണ്ടാകുമ്പോൾ കുട്ടികളെ നോക്കി ചെയ്യുക, ഡ്രൈവർമാർ വണ്ടി കുഴി ഒഴിവാക്കുക ചെയ്യുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ കുട്ടികളെ സുരക്ഷ നമ്മൾ നോക്കണം, റോഡിൻ്റെ സുരക്ഷ എല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഇത് എന്തായാലും ഇവിടെ കാണുന്നത്. സൻഹ ഫാഷൻസ് തിരൂർ. സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ.